ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 27-ാം അധ്യായത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. 27-ാം അധ്യായം നേർച്ചകൾ സംബന്ധിച്ചാണ്. ദൈവസന്നിധിയിൽ നേർച്ചകൾ ഒക്കെ നേരുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ നിയമങ്ങളാണ്. നേർച്ച എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണ്. ദൈവം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അതിൻ്റെ പ്രതീകാത്മകമായി നമ്മൾ അർപ്പിക്കുന്നതാണ് നേർച്ച കാഴ്ചകൾ. അപ്പോൾ ഒരു വ്യക്തിയാണ് ഇവിടുത്തെ വ്യക്തികളെ നേർച്ചയായി നൽകുന്നെങ്കിൽ, യാഗവസ്തുക്കളെ നൽകുന്നെങ്കിൽ, വസ്തുക്കളോ മറ്റു സാധനങ്ങളോ നൽകുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്നുള്ള നിയമമാണ്. വ്യക്തികളെ നേർന്നാൽ 20 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുടെ വില 50 ഷെക്കേൽ വെള്ളിയാണ്. 20 വയസ്സിനും 60നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ അത് 30 ഷെക്കേലാണ്. ഇനി 5 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാരാണെങ്കിൽ 20 ഷെക്കേലും, അതേ പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ 10 ഷെക്കേലും ദൈവസന്നിധിയിൽ അത് നൽകണം. ഇനി 1 മാസം മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടിക്ക് 5 ഷെക്കേലും, അതേ പ്രായമുള്ള പെൺകുട്ടികൾക്ക് 3 ഷെക്കേൽ. ഇനി 60 വയസ്സിന് കൂടുതൽ ഉള്ള സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് 15 ഷെക്കേലും സ്ത്രീകൾക്ക് 10 ഷെക്കേൽ. അത്രയും വെള്ളി ദൈവസന്നിധിയിൽ നേർച്ചയായിട്ട് നൽകി എന്ന് പറഞ്ഞാൽ ആളെ നൽകിയതിന് പകരം ആ ആളെ നൽകുന്നതിൻ്റെ ഒരു വിലയായിട്ട് അത്രയും വെള്ളി ദേവാലയത്തിൽ നൽകണമെന്നുള്ളതാണ്. ഇനി അങ്ങനെ കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ ഷെക്കേൽ വെള്ളിയായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതിനുള്ള നിർവാഹം അവർക്കില്ല. അവരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ അത് പുരോഹിതനെ വന്ന് കാണേണ്ടതും അവരുടെ വില എന്തെന്ന് പുരോഹിതൻ നിശ്ചയിക്കേണ്ടതും പുരോഹിതൻ നിശ്ചയിക്കുന്ന വില അത് അന്തിമമായിരിക്കുന്നതുമാണ്. ഇനി മനുഷ്യന് പകരം മൃഗങ്ങളെയാണ് നൽകുന്നതെങ്കിൽ അത് ദൈവത്തിന് ആ മൃഗങ്ങളൊക്കെ വളരെ വിശുദ്ധമാണ്. അതിന് പകരം നേർച്ച നേരുന്നതിന് പകരം മറ്റൊന്നിനെ വെച്ച് മാറരുത്. അങ്ങനെ വെച്ച് മാറിയാൽ നേർച്ച നേർന്നതും വെച്ച് മാറുന്നതും രണ്ടും യഹോവയ്ക്ക് നൽകണമെന്നുള്ളതാണ്. പിന്നെ ആ മൃഗം നല്ലതായാലും അത് മോശമായതായാലും നേർന്നതിനെ ദൈവത്തിന് നൽകണമെന്നുള്ളതാണ്. പിന്നെ മൃഗം അശുദ്ധമാണെങ്കിൽ അതിനെ പരിശോധിച്ച് അത് അശുദ്ധമാണോ വിശുദ്ധമാണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഇത് പുരോഹിതൻ്റേതാണ്. അത് പുരോഹിതൻ പറയുന്നത് അനുസരിച്ച് അത് ചെയ്യേണ്ടതാണ്. ഇനിയും ആ പുരോഹിതൻ്റെ ആ നിർണയം അന്തിമമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വിലപേശലില്ല. കാരണം അത്രമാത്രം അധികാരം ആ കാലങ്ങളിൽ യഹോവയായ ദൈവം പുരോഹിതന്മാർക്ക് അത് നൽകിയിരുന്നു. ഇനി അതിനെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആ മൃഗത്തെ അവർക്ക് തിരിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ പുരോഹിതൻ അതിന് നിശ്ചയിച്ച ആ മൂല്യത്തോടൊപ്പം 5-1 20% കൂടി ദൈവസന്നിധിയിൽ നൽകിയിട്ട് അതിനെ വീണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഭവനം ദൈവസന്നിധിയിൽ നേർച്ചയായിട്ട് അത് പ്രതിഷ്ഠിച്ചാൽ ആ ഭവനം നല്ലതാണോ ചീത്തയാണോ എന്ന് അത് പുരോഹിതൻ നോക്കിയിട്ട് അത് നിശ്ചയിക്കുന്നതാണ്. അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ വിലയുടെ 5-1 20% കൂടി നൽകി അവർക്കത് വീണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാഗമാണ് നേർച്ചയായിട്ട് സമർപ്പിക്കുന്നതെങ്കിൽ അത് കണക്കാക്കുന്നത് ആ വസ്തുവിൽ വിതയ്ക്കേണ്ട വിത്തിൻ്റെ വില അത് കണക്കാക്കിയാണ് അതിൻ്റെ മൂല്യം അവിടെ നിർണ്ണയിക്കുന്നത്. അപ്പം ഓരോ ഓമാർ യവം വിതയ്ക്കുന്ന സ്ഥലത്തിന് 50 ഷെക്കേൽ വെള്ളി. ഒരു ഓമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു പറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതനുസരിച്ച് അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ വായിക്കുന്നത് അതും നമുക്ക് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 5-1 20% നൽകി അത് വീണ്ടെടുക്കാവുന്നതാണ്. എന്നാൽ വിറ്റ വസ്തുക്കൾ പിന്നെ വീണ്ടെടുക്കാനായിട്ടാവില്ല. അത് ജൂബിലി വർഷത്തിൽ അത്
കർത്താവിനുള്ളതാകും. കർത്താവിനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശി പുരോഹിതനാണ്. കാരണം കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പുരോഹിതൻ നിൽക്കുന്നത് കൊണ്ടാണ് പുരോഹിതന് അതിന്മേൽ അവകാശം ഉണ്ടാകുന്നത്. ഇനി 26-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, മൃഗങ്ങളുടെ കടിഞ്ഞുള്ളി സന്തതികൾ, അതിനെ ആരും വിശദീകരിക്കേണ്ടതില്ല. അത് അശുദ്ധ മൃഗമായാലും ശുദ്ധമൃഗമായാലും അത് ദൈവത്തിനുള്ളതാണ്. അത് അശുദ്ധ മൃഗമാണെങ്കിൽ അതിൻ്റെ മൂല്യത്തോട് ചേർന്ന് 5-1 കൂടി നൽകി അതിനെ നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. വീണ്ടെടുക്കുന്നില്ല എങ്കിൽ മൂല്യനിർണ്ണയം അനുസരിച്ച് അതിനെ വിൽക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി 28-ാം വാക്യം നമ്മൾ വായിക്കുന്നു, കർത്താവിന് നിരുപാധികം സമർപ്പിച്ചതിന് എന്ന് പറഞ്ഞാൽ സ്വമനസാലെ, നിയമപ്രകാരമല്ലാതെ സ്വമനസാലെ സമർപ്പിക്കുന്നത് മനുഷ്യനായാലും മൃഗമായാലും വസ്തുക്കളായാലും അത് വിൽക്കുകയോ അതിനെ വീണ്ടെടുക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം സമർപ്പിത വസ്തുക്കൾ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തിന് വളരെ വിലയേറിയതാണ്. അത് മനുഷ്യനത് തിരിച്ചെടുക്കാൻ അവകാശമില്ല. 39 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ധാന്യങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയുടെ ഫലങ്ങളുടെ ദശാംശം അത് ദൈവത്തിനുള്ളതാണ്. ആ ദശാംശം ദൈവത്തിനുള്ളത് വളരെ വിശുദ്ധവുമാണ്. ദശാംശം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ മൂല്യത്തോടെ 5-1, നേരത്തെ പറഞ്ഞ 20% കൂടി കൊടുത്ത് നമുക്കത് വീണ്ടെടുക്കാവുന്നതാണ്. ഇനി ആടുമാടുകളിലാണെങ്കിൽ അതിൻ്റെ 10-1 എന്ന് പറഞ്ഞാൽ ദശാംശം അത് യഹോവയ്ക്കുള്ളതാണ്. അത് മൃഗം ചീത്തയായാലും മോശമായാലും എല്ലാം അത് യഹോവയ്ക്കുള്ളതാണ്. അവയെ വെച്ചു മാറുന്നെങ്കിൽ അതിനെ നേർച്ച നേർന്നതിനെയും വെച്ചു മാറുന്നതിനും രണ്ടും യഹോവയ്ക്ക് നൽകണം. അപ്പോൾ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓരോ മനുഷ്യൻ്റെയും മൂല്യം, ഓരോ വസ്തുവിൻ്റെയും ആടുമാടുകളുടെയൊക്കെ മൂല്യം ഇവിടെ നിർണ്ണയിക്കുകയാണ്. അന്തിമ മൂല്യം നിർണ്ണയിക്കാനുള്ള അധികാരം അത് പുരോഹിതനാണ്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത് സമർപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ദൈവത്തിന് ആവശ്യം നമ്മളെ തന്നെയാണ്. പഴയ നിയമത്തിൽ ഇതിൻ്റെ നിഴലായി സംഭവിക്കുന്നത് കൊണ്ടാണ് വസ്തുവകകളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. പുതിയ നിയമത്തിലും നമ്മളെ തന്നെയാണ് സമർപ്പിക്കുക. നമ്മുടെ അധ്വാന ഫലത്തിൻ്റെയും ദശാംശം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദേവാലയങ്ങൾ അത് വിനിയോഗിക്കേണ്ടത്. ഇല്ലാത്തവന് വേണ്ടി, വീടില്ലാത്തവന് വീട്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, അല്ലെങ്കിൽ രോഗികൾക്ക് ചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ സാധാരണ ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതിൻ്റെയൊക്കെ ഒരു അംശം ദൈവത്തിന് നിന്ന് ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ദൈവത്തെ മറക്കാതിരിക്കുവാൻ, ദൈവത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദശാംശം നമ്മൾ നൽകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും പുതിയ നിയമത്തിലെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെയും ദൈവസ്ഥനിൽ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 27 ദിവസം ഈ ലേവ്യ പുസ്തകവുമായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ ലേവ്യ പുസ്തകത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം നമുക്കറിയാം. യഹോവ വിശുദ്ധമായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നുള്ളതാണ്. ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരുപാട് നിയമങ്ങളും അതിൻ്റെതായ ക്രമീകരണങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലുമുള്ള ദൈവം വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് ഓരോ ചെറിയ കാര്യങ്ങളിൽ അവൻ എങ്ങനെ ചെയ്യണം, അവൻ്റെ വസ്ത്രം ധരിക്കുന്ന രീതി, അവൻ ഭക്ഷണം കഴിക്കുന്ന രീതി, അവൻ്റെ കൂട്ടുകാരോടുള്ള അവൻ്റെ സഹകരണം, നാട്ടുകാരോടുള്ളത്, ദേവാലയത്തോടുള്ളത്, ദൈവത്തോടുള്ളത് എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളെയും, എല്ലാ അനുഭവങ്ങളെയും, എല്ലാ ജീവിത സാഹചര്യങ്ങളെയും എപ്രകാരം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കണം, മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ വിശുദ്ധമായി ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്കിടയാകണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങളിലെ പഞ്ചഗ്രന്ഥങ്ങളിലെ 3 പുസ്തകങ്ങൾ വായിച്ചു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ. അപ്പോൾ നാളെ മുതൽ നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ സംഖ്യാപുസ്തകവും വായിക്കുവാൻ വേണ്ടി ദൈവമേ ഇതുവരെ ഞങ്ങളെ സഹായിച്ചതുപോലെ എല്ലാ ദിവസവും ഓരോ ചാപ്റ്ററും നമുക്ക് ഇത് വായിക്കുന്നതിനും അതനുസരിച്ച് ചിന്തിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ബൈബിൾ വായിക്കുവാനൊരു പ്രേരണ ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ മറ്റുള്ളവരോട് പരമാവധി ആളുകളോട് പറഞ്ഞ് ഇതിൽ സഹകരിക്കുവാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടണമെന്ന കാര്യം അറിയിക്കുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.